Today we are going to study about variation of mass with velocity. Consider two inertial frames S and S dash. Let S be at rest and S dash be moving with velocity v in the positive x direction. നമ്മൾ രണ്ട് ഫ്രെയിംസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ഫ്രെയിംസും ഇനേർഷ്യൽ ഫ്രെയിംസ് ആണ്. അതിൽ എസ് എന്നുള്ള ഫ്രെയിം റെസ്റ്റിലാണ്, എസ് ഡാഷ് എന്നുള്ള ഫ്രെയിം വി വെലോസിറ്റിയിൽ എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഫ്രെയിമാണ്. കൺസിഡർ ടു ഐഡന്റിക്കൽ സ്ഫിയേഴ്സ് എ ആൻഡ് ബി ഓഫ് മാസ് എം ഈച്ച് മൂവിംഗ് വിത്ത് വെലോസിറ്റീസ് ux dash and minus ux dash with respect to s dash frame. ഇവിടെ രണ്ട് സ്പിയേഴ്സ് കൺസിഡർ ചെയ്തിട്ടുണ്ട്, എ ആൻഡ് ബി. രണ്ടിൻ്റെയും മാസ് എം ആണ്. അതുപോലെ തന്നെ എ എന്നുള്ള സ്പിയർ യു എക്സ് ഡാഷ് എന്നുള്ള വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബി എന്നുള്ള സ്പിയർ മൈനസ് യു എക്സ് ഡാഷ് എന്നുള്ള വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. അതായത് എ ഒരു സൈഡിലേക്ക് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ബി നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ലെറ്റ് ദി മാസസ് അണ്ടർഗോ ഡയറക്റ്റ് കൊളീഷൻ ആൻഡ് ദെൻ കമ്പൈൻഡ് into a single mass 2m. According to law of conservation of momentum, the system should be at rest with respect to s dash frame after collision. അതായത് എ എന്നുള്ള സ്പിയർ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ബി എന്നുള്ള സ്പിയർ നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്തിരുന്നത്. അങ്ങനെ ഇത് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടിയ ആ മാസാണ് 2m. ഇത് എസ് ഡാഷ് എന്നുള്ള ഫ്രെയിമിനെ വിത്ത് റെസ്പെക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ റെസ്റ്റിലായിരിക്കും. അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം m1u1 plus m2u2 is equal to m1 plus m2 into v. This is equation number 1. Here m1 and m2 are the masses of a and b in frame S. And u1 and u2 are the velocities of a and b in S frame. Here v is the velocity of S dash frame. Here m1 u1 plus m2 u2 is equal to m1 plus m2 into v. From velocity transformation equation we know that u1 equal to ux dash plus v divided by 1 minus ux dash v divided by c square. This is equation number 2. And u2 equal to minus ux dash plus v divided by 1 minus ux dash v divided by c square. This is equation number 3. Substituting equation 2 and 3 in equation 1. Then we get m1 into ux dash plus v divided by 1 plus ux dash v divided by c square plus m2 into minus ux dash plus v divided by 1 minus ux dash v divided by c square, which is equal to m1 plus m2 into v. That is m1 into ux dash plus v divided by 1 plus ux dash v divided by c square minus m1v equal to m2v minus m2 into minus ux dash plus v divided by 1 minus ux dash v divided by c square. Taking the LCM and simplifying, then we get m1 by m2 equal to 1 plus ux dash v divided by c square divided by 1 minus ux dash v divided by c square. From equation 2 we have u1 whole square is equal to ux dash plus v the whole square divided by 1 plus ux dash v divided by c square the whole square.
Then 1 minus u1 square divided by c square can be write as 1 minus v square by c square into 1 minus ux dash square divided by c square whole divided by 1 plus ux dash v divided by c square whole square. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇക്വേഷൻ നമ്പർ 2-ൽ u1ന്റെ എക്സ്പ്രഷൻ ഉണ്ട്. അതായത് u1 is equal to ux dash plus v divided by 1 plus ux dash v divided by c square. നമ്മൾ ഇക്വേഷൻ നമ്പർ 2-നെ ഒന്ന് സ്ക്വയർ ചെയ്യുക. ഹോളായിട്ട് സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് u1 സ്ക്വയർ is equal to പിന്നെ RHSും മൊത്തത്തിൽ സ്ക്വയർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ തന്നെയാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. അതായത് 1 മൈനസ് u1 സ്ക്വയർ ഡിവൈഡ് ബൈ c സ്ക്വയർ. അതായത് ഇവിടെ ഒരു 1 മൈനസ് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു 1 മൈനസ്. പിന്നെന്താണ് ഈ ഒരു ടേമിന് ഹോൾ ഡിവൈഡ് ബൈ സി സ്ക്വയർ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് u1 സ്ക്വയർ ഡിവൈഡ് ബൈ സി സ്ക്വയർ ചെയ്തിട്ട് ഇതിൽ ഓരോ ടേമിനും അങ്ങനെ സി സ്ക്വയർ വയ്ക്കാം. ഓക്കെ, അതായത് റൈറ്റ് ഹാൻഡ് സൈഡിലും ഒരു സി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം ഒരു 1 മൈനസ് ഒരു ടേം ഇവിടെ കൊടുക്കുക. അപ്പോൾ അതേപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിലും കൊടുക്കുക. അങ്ങനെ ആ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ടേംസിനെയൊക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോഴാണ് ഇങ്ങനെ കിട്ടുക. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഇക്വേഷനിൽ u1 സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ കൊടുക്കുക. അതേപോലെ തന്നെ ഇവിടെ ഓരോ ടേമിനും ഡിവൈഡ് ബൈ സി സ്ക്വയർ കൊടുക്കുന്നു. പിന്നെ ചെയ്യുന്നത് എന്താണ്, 1 മൈനസ് u1 സ്ക്വയർ ഡിവൈഡ് ബൈ സി സ്ക്വയർ ആണ്. അപ്പോൾ അതും ഇതുപോലെ ഈ സൈഡിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഫോം കിട്ടും. ഇതേ സെയിം സ്റ്റെപ്സ് നമ്മൾ ഇക്വേഷൻ 3-ലും കൊടുക്കാം. അതായത് ഇക്വേഷൻ 3 u2 ആയിരുന്നു. അപ്പോൾ u2-നും ഇതേ നേരത്തെ പറഞ്ഞ അതേ സംഭവങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 1 മൈനസ് u2 സ്ക്വയർ ഡിവൈഡ് ബൈ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ux ഡാഷ് സ്ക്വയർ ഡിവൈഡ് ബൈ സി സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ux ഡാഷ് വി ഡിവൈഡ് ബൈ സി സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇക്വേഷൻ നമ്പർ 5ഉം 6ഉം കിട്ടി. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമ്പർ 6നെ ഇനി ഇക്വേഷൻ നമ്പർ 5 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ 1 മൈനസ് u2 സ്ക്വയർ ഡിവൈഡ് ബൈ സി സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് u1 സ്ക്വയർ ഡിവൈഡ് ബൈ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 പ്ലസ് ux ഡാഷ് വി ഡിവൈഡഡ് ബൈ സി സ്ക്വയർ ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 മൈനസ് ux ഡാഷ് വി ഡിവൈഡ് ബൈ സി സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്നാണ്. ഇനി ഇതിനെ തന്നെയാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. അതായത് 1 പ്ലസ് ux ഡാഷ് v divided by c square whole divided by 1 minus ux dash v divided by c square which is equal to root of 1 minus u2 square divided by c square by 1 minus u1 square divided by c square. This is equation number 7. Substituting in equation 4. Equation 4 എന്ന് പറയുന്നത് ഇതാണ്. m1 by m2 is equal to 1 plus ux dash v divided by c square divided by 1 minus ux dash v divided by c square. അപ്പോൾ ഇനി ഇതിൻ്റെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഈ റൂട്ടിൻ്റെ ഈ ഒരു എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് m1 by m2 is equal to root of 1 minus u2 square by c square whole divided by 1 minus u1 square by c square ആണ്. ഓക്കെ, ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ m1 ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് u1 സ്ക്വയർ ബൈ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു m2 ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് u2 സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് കിട്ടും. ദിസ് എക്സ്പ്രഷൻ ഷോസ് ദാറ്റ് ഈച്ച് സൈഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി അതർ സൈഡ്. ഹെൻസ് ഈച്ച് സൈഡ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ദാറ്റ് ഈസ് m1 ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് u1 സ്ക്വയർ divided by c square is a constant and we can put k in the place of the constant. Then we can write as m1 into root of 1 minus u1 square by c square is equal to k. When u1 is equal to 0, m1 is equal to m0, then k is equal to m0. Therefore, we have m1 into root of 1 minus u1 square divided by c square is equal to m0. That is m1 is equal to m0 divided by root of 1 minus
u1 square by c square. Similarly, m2 is equal to m0 whole divided by root of 1 minus u2 square by c square. On generalizing, we get m is equal to m0 whole divided by root of 1 minus v square by c square. Here, m is the mass of the body moving with velocity v and m0 is the rest mass of the body. When v equal to c, m equal to m0 by root of 1 minus v square by c square. That is m0 by root of 1 minus c square by c square. That is m0 divided by 0, which is approximately equal to infinity. This is not possible. This gives the explanation for the limiting speed c that a body can acquire. അതായത് വെലോസിറ്റി ഓഫ് ദി എസ് ഡാഷ് ഫ്രെയിം ആണ് വി. അപ്പോൾ വിയും സിയും ഏതാണ്ട് ഈക്വൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എമ്മിൻ്റെ വാല്യൂ ഏതാണ്ട് ഇൻഫിനിറ്റിയെ വരും. അപ്പോൾ ഇൻഫിനിറ്റ് മാസ് ഒരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ അതാണ് ലിമിറ്റിംഗ് സ്പീഡ് എന്ന് പറയുന്നത് എപ്പോഴും സി ആയിരിക്കും. സി എന്നുള്ള ആ ഒരു വെലോസിറ്റിയിലേക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് ഉയർത്തപ്പെടില്ല. സി എന്നുള്ള മാസിനേക്കാളും കൂടിയ ഒരു മാസോ സി എന്നുള്ള മാസിന് ഈക്വലൻ്റ് ആയ ഒരു മാസോ ഇല്ല എന്നാണ് പറയുന്നത്. ഏതാണ്ട് അതിൻ്റെ അടുത്ത് എത്താനായിട്ട് സാധിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യാറുണ്ട്. അല്ലാതെ ഈക്വലൻ്റ് ആയിട്ടോ അതിനേക്കാൾ കൂടിയ ഒരു മാസോ ഇല്ല. അങ്ങനെ വെലോസിറ്റിക്ക് അനുസരിച്ച് മാസിലുണ്ടാവുന്ന വേരിയേഷനാണ് നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. ഇവിടെ m0 എന്ന് പറയുന്നത് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ റെസ്റ്റ് മാസാണ്, v എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്, ആ ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റിയാണ്, c എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ വെലോസിറ്റിയാണ്. അപ്പോൾ വെലോസിറ്റിക്ക് അനുസരിച്ചിട്ട് എത്രത്തോളം ചേഞ്ചാണ് മാസിനുണ്ടാവുക എന്നുള്ളതാണ് ഈ ഒരു എക്സ്പ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.